പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദർശനങ്ങൾ മാറുക എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് ഫലം കായ്ക്കുവാൻ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കും. അത് ചിലപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ചിന്തിക്കുന്നതായിരിക്കത്തില്ല. ആ ചിന്തകൾ കയറി വരുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾ മനഃപൂർവ്വം ഇന്ന് വിഷമിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ച് എഴുന്നേൽക്കണം എന്നോർത്ത് ചിന്തിച്ചത് കൊണ്ടല്ല, നിങ്ങളുടെ തന്നെ ചിന്ത കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നതല്ല. ഒരു പക്ഷേ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്വാഭാവികമായി അങ്ങനെയുള്ള ചിന്തകളോടുകൂടി ആയിരിക്കാം നിങ്ങൾ എഴുന്നേൽക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ ആ നിമിഷം തന്നെ ദൈവവചനത്തിന്റെ കൂടെ ഇരിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ദർശനങ്ങളെ മാറ്റുവാനായിട്ട് കഴിയും. അതെ, നമുക്കറിയാം നമ്മുടെ കർത്താവായ ദൈവം അബ്രഹാം ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സമയമുണ്ട്. ലോത്ത് മാറിപ്പോയി. അവിടെ വലിയ ഒരു കലഹമുണ്ടായി. അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ കലഹമുണ്ടായി. ആ കലഹമുണ്ടായപ്പോ അബ്രഹാം ലോത്തിനോട് പറഞ്ഞൊരു കാര്യമാണ്, ലോത്തെ, ഇങ്ങനെ വഴക്കും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകുക എന്ന് പറയുന്ന പ്രയാസമുള്ള കാര്യം. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേർപിരിയാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. അങ്ങനെ അവർ തമ്മിൽ വേർപിരിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ ഇതിന്റെ വിശദീകരണം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർ തമ്മിൽ വേർപിരിയുന്ന ഒരു സമയം വന്നപ്പോൾ, അങ്ങനെ അവർ സെപ്പറേറ്റ് ആകുന്ന ഒരു സമയം വന്നപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ സെപ്പറേറ്റ് ആകുന്ന ഒരു സമയത്ത് അബ്രഹാം തലകുനിഞ്ഞിരിക്കുകയായിരിക്കാം, ഒരുപക്ഷെ നിരാശപ്പെട്ടിരുന്നിരിക്കുകയായിരിക്കാം. അബ്രഹാമിന്റെ അകത്ത് കാരണം അവന്റെ കുടുംബത്തിൽ നിന്ന് അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒറ്റ വ്യക്തി എന്ന് പറയുന്നത് ഈ ലോത്ത് മാത്രമായിരുന്നു. അപ്പൊ അങ്ങനെ അവന്റെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ വളരെ വിലയേറിയതായി കണ്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു ബന്ധത്തെ. അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അങ്ങനെ വളരെ വിലയേറിയതായി കണ്ടിരുന്ന ആ ബന്ധം, വളരെ വിലയേറിയതായി കണ്ടിരുന്ന ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയപ്പോ ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് അതിന്റെ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ അതിന്റെ 14-ാം വാക്യം 15-ാം വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് തരും, നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. അടുത്ത വാക്യത്തിൽ പറയുന്ന കാര്യമാണ്, നിലത്തെ പൊടി പോലെ. അപ്പൊ അവിടെ കർത്താവ് അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യം എന്താണ്? നീ ഒന്ന് നോക്കുക. ഇപ്പൊ നിന്റെ കാഴ്ചപ്പാടിനകത്താണ് പ്രശ്നം. നിന്റെ ദർശനത്തെ നീ ചുരുക്കി വെച്ചിരിക്കുക. നിന്റെ കാഴ്ചപ്പാട് നിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നിന്റെ ദർശനം. ആ ദർശനം ഇപ്പോൾ നഷ്ടപ്പെട്ട് നീ ആകെ നിരാശപ്പെട്ടിരിക്കാം. നിന്റെ അകത്ത് വന്ന നിരാശ ഒന്ന് മാറിപ്പോട്ടെ, നിന്റെ അകത്ത് വന്ന ഭാരം ഒന്ന് മാറിപ്പോട്ടെ. ഞാൻ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ശക്തനാണ്. ഞാൻ ഈ വിഷയത്തെ നിനക്ക് വേണ്ടി അസാധാരണമാക്കി തീർക്കാൻ ശക്തനാണ്. നിന്റെ കാഴ്ചപ്പാടൊന്ന് മാറട്ടെ, നിന്റെ കാഴ്ചപ്പാടൊന്ന് മാറട്ടെ, നിന്റെ അകത്തെ ചിന്താഗതികളൊന്ന് മാറട്ടെ. നിന്റെ അവസ്ഥയെ മാറ്റാൻ ആമേൻ എനിക്ക് കഴിയും. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നീ കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തല ഉയർത്തി നോക്കുക, ഞാൻ നിനക്ക് ഈ ഭൂമിയെ ശാശ്വത അവകാശമാക്കി തരും. അതായത് ദൈവം അബ്രഹാമിനോട് പറയുന്നൊരു കാര്യം ഇതാ, ഞാൻ നിനക്ക് തരും. പക്ഷേ അതിനു മുമ്പ് നിന്റെ കാഴ്ചപ്പാട് മാറണം, നീ കാണുന്ന വിധം മാറണം. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഈ ദൈവവചനം, നിങ്ങൾ കേൾക്കുന്ന ദിവസവും കേൾക്കുന്ന ദൈവവചനം, നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ദൈവവചനം, ഈ വചനം നിങ്ങളിൽ ഉണ്ടാക്കേണ്ട പരിവർത്തനം എന്ന് പറയുന്നത് ഹല്ലേലൂയ ആമേൻ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറണം. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറണം. നിങ്ങൾ വസ്തുതകളെ കാണുന്ന നിലവാരം മാറണം. നിങ്ങളെ കുറിച്ച് കാണുന്ന നിലവാരം മാറണം. ഇപ്പൊ ദൈവവചനം നിങ്ങൾക്ക് വേണ്ടി ആമേൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ അകത്തുള്ള നിങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറാനായിട്ട്, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി മാറാനായിട്ട്, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയങ്ങളെ മാറ്റാനായിട്ട്. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, ഏത് നിലവാരത്തിൽ നിങ്ങൾ കടന്നു പോകുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ എത്ര വലിയ നിലവാരത്തെയും എത്ര വലിയ അവസ്ഥയും മാറ്റിമറിക്കാൻ കർത്താവിന് കഴിയും.
നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില ശാപങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടോ? ചില രോഗങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളർന്നു വന്നത് ഇങ്ങനെ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ചെറുപ്പം മുതൽ എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. ഞങ്ങളുടെ പേരൻസിന് ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കും ആ പ്രോബ്ലം അതുപോലുണ്ട്. എന്നെ ചെറുപ്പം മുതൽ ഞാൻ ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഇന്ന വിധത്തിലുള്ള പ്രയാസമുണ്ട്. ചെറുപ്പം മുതൽ എനിക്ക് വളരെ ഭയമായിരുന്നു, അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ? നിങ്ങളെ ഫോളോ ചെയ്യുന്ന പലതും ഉണ്ടോ? പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവവചനത്തിന്റെ കൂടെ ഇരിക്കാമോ? വചനത്തെ ഒന്ന് ചിന്തിക്കാമോ? വചനത്തെ ധ്യാനിക്കാമോ? നിങ്ങൾ വചനത്തെ ചിന്തിക്കുമോ? വചനത്തെ ധ്യാനിക്കുമോ? വചനം നിങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യാനായിട്ട് നിങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, നിങ്ങൾ വചനം അനുസരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ പരാജയം സംഭവിച്ചേക്കാം. പക്ഷേ വചനം നിങ്ങളെ പ്രവർത്തിക്കാണ്ട് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങൾ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? യെസ്, ഈ വചനം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പിന്തുടരുന്ന ശാപമില്ലേ, അത് ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ആ ശാപം ഇപ്പോൾ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ആകുക. ബിക്കോസ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ശാപമായി തോന്നുന്നു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളെ നാളുകളായിട്ട് നിങ്ങളുടെ ശരീരത്തെ കൈകാര്യം ചെയ്യുന്ന രോഗം നിങ്ങളെ വാഴുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ആ രോഗം ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ, ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗശക്തി, ആമേൻ, ഹല്ലേലൂയ, നിൽക്കുകയാണ്. ഇനി അതിന് നിങ്ങളെ തകർത്തുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയാതവണ്ണം അതിനെ കർത്താവ് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് യേശു നിങ്ങളുടെ രോഗത്തിന് വേണ്ടി അവൻ മുറിവേറ്റു. അവന്റെ മുറിവുകളാൽ, അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദാരിദ്ര്യം നിങ്ങളുടെ ജീവിതത്തെ ശാപം പോലെ മുറുകെ പിടിച്ചിരിക്കുകയാണോ? ആ ദാരിദ്ര്യത്തെ ഹല്ലേലൂയ, അവൻ നമ്മുടെ ദാരിദ്ര്യ നിമിത്തം ദരിദ്രനായ കൃപ, അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മുടെ ദാരിദ്ര്യ നിമിത്തം അവൻ ദരിദ്രനായ കൃപ എന്തിനാണെന്നറിയാമോ? നാം സമ്പന്നരാകാനായിട്ട്. അതെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെയും തന്റെ ധനത്തിനൊത്തോണം മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നുള്ള വാഗ്ദത്തമുള്ളപ്പോൾ നീ വായ്പ വാങ്ങത്തില്ല. അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും. അല്ലെങ്കിൽ നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറഞ്ഞു കവിയുമെന്ന് വാഗ്ദത്തമുള്ളപ്പോ, അതേ പ്രിയപ്പെട്ട ഹല്ലേലൂയ, ആമേൻ, ആ ദാരിദ്ര്യത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഈ പ്രോഗ്രാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്പിരിറ്റിനെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. ആ ശാപത്തിന്റെ സ്പിരിറ്റിനെ, ആ രോഗത്തിന്റെ സ്പിരിറ്റിനെ, ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റിനെ, കുറ്റബോധത്തിന്റെ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള കുറവുകൾ, ബലഹീനതകൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചെറുപ്പം മുതൽ വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിഞ്ഞു കാണത്തില്ല. ഒരുപക്ഷെ ഭക്തിയോടെ ജീവിക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ഇന്നലത്തെ കുറവുകളെ എണ്ണി നോക്കി ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, നിങ്ങളുടെ ഇന്നലത്തെ കുറവുകളെ ക്ഷമിച്ച് നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ ശക്തനാണ് എൻ്റെ ദൈവം. ആകയാൽ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കുറവുകളെ എണ്ണി പറഞ്ഞ് പ്രയാസപ്പെട്ടിരിക്കാതെ വിശ്വസിക്കാമോ? എൻ്റെ പാപം അവന്റെ രക്തം കൊണ്ട് കഴുകപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ഇരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കുന്ന, എന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുന്ന നീതിമാനായ ഒരു കർത്താവ് എനിക്കുണ്ട്. ആ ബോധ്യം പ്രിയപ്പെട്ടവർ നിങ്ങളുടെ അകത്ത് വരട്ടെ. നിങ്ങൾ മാറേണ്ടത് ആമേൻ നിങ്ങളുടെ സ്വഭാവമോ നിങ്ങളുടെ പ്രകൃതമല്ല, നിങ്ങളുടെ അകത്തെ ചിന്താഗതിയാണ് മാറേണ്ടത്. നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകണം, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു മരത്തിൽ തൂങ്ങി മരിച്ചുകൊണ്ട് എന്റെ ശാപം മാറിപ്പോയി. യേശു രക്തം ചീന്തിയതുകൊണ്ട് എന്റെ പാപം കഴുകപ്പെട്ടു. അവൻ ദരിദ്രനായി തീർന്നുകൊണ്ട് എന്റെ ദാരിദ്ര്യത്തെ അവൻ പരിഹരിച്ചു. ഞാൻ സമൃദ്ധിയിലും അനുഗ്രഹത്തിലും ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ അബ്രഹാമിനോട് കർത്താവ് പറയുക, നീ തല ഉയർത്തി കിഴക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്നതിനെ ഞാൻ നിനക്ക് തരും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ കർത്താവ് അബ്രഹാമിന് ആ അനുഗ്രഹം നൽകാനായിട്ട് അബ്രഹാമിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം, അവൻ ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക, ദൈവം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളെ കാണുക. ആ ഒറ്റ കാര്യമേ കർത്താവ് ചോദിക്കുന്നുള്ളൂ. ഒരൊറ്റ കാര്യം, യേശുവിന്റെ നാമത്തിൽ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ അകത്ത് ചില ഭയങ്ങൾ, അയ്യോ ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, അത് ഇങ്ങനെ ചെയ്തിരുന്നു, ഇന്നലെ ഞാൻ ആ കഴിച്ച ഭക്ഷണം എനിക്ക് കുഴപ്പമാകുമോ, ഇന്നലെ ഞാൻ ആ വ്യക്തിയോട് അങ്ങനെ സംസാരിച്ചത് പ്രശ്നമാകുമോ, ഇന്നലെ ആ സാറ് ഇല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് നല്ലപോലെ സംസാരിച്ചില്ല, എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുമോ, അദ്ദേഹത്തിന് എന്തെങ്കിലും എന്നോട് വെറുപ്പുണ്ടോ, ദേഷ്യമുണ്ടോ, തെറ്റിദ്ധാരണയുണ്ടോ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ചിന്തിക്കുന്ന ആ ചിന്തകളിലെ അതിനെ പോലും വചനം കൊണ്ട് പൊളിച്ചു കളഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ ഭയപ്പെടുന്ന അനർത്ഥം നിങ്ങൾക്ക് ഭവിക്കത്തില്ല. ആ അനർത്ഥം നിങ്ങൾക്ക് ഭവിക്കത്തില്ല.
ആ അനർത്ഥം നിങ്ങൾക്ക് ഭവിക്കത്തില്ല. ബിക്കോസ് ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ, ഗാഡ് ഈസ് പവർഫുൾ ദാൻ യുവർ പ്രോബ്ലം. നിങ്ങളുടെ വിഷയത്തെക്കാൾ, നിങ്ങളുടെ ചിന്തകളെക്കാൾ ദൈവം ശക്തനാണ്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ അകത്തെ മനോഭാവത്തെ ഒന്ന് മാറ്റുക, ചിന്താഗതികളെ ഒന്ന് മാറ്റുക, നിങ്ങളുടെ അകത്തെ കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റുക. നിങ്ങളൊരു അനുഗ്രഹമായി തീരും, അനുഗ്രഹമായി തീരും, അനുഗ്രഹമായി തീരും. ഒരു സംശയമില്ല. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ ലോത്തിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റുക. കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നീ നോക്കുക. ഈവൻ ലോത്ത് കിഴക്കുള്ള സ്ഥലം തെരഞ്ഞെടുത്തെങ്കിൽ പോലും നീ അങ്ങോട്ടും കൂടെ നോക്കുക. ആ ലോത്ത് നോക്കിയ സ്ഥലവും കൂടെ നിനക്കുള്ളതാണ്. ലോത്ത് നോക്കിയതും കണ്ടെത്തിയതുമായ സ്ഥലം, that is also for you, that is yours. നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റുമ്പോൾ സാഹചര്യം മാറും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ 14-ാമത്തെ അധ്യായത്തില്, ആമേൻ, ഹല്ലേലൂയ, അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കാം. ഹല്ലേലൂയ, ആമേൻ. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ടു ഏറ്റവും ഭയപ്പെട്ടു. അപ്പോൾ അവര്, ആ ഇസ്രായേൽ മക്കൾ, ആ ജനം, ദൈവജനം, മോശയുടെ കൂടെ ഇറങ്ങി വന്ന ദൈവജനം, അടിമത്വത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ദൈവജനം, അവര് ചെങ്കടലിന് മുമ്പിൽ വന്ന് നിന്നപ്പോ അവര് പുറകെ വരുന്ന ഫറവോന്റെ സൈന്യത്തെ കണ്ടു. ആ ഫറവോന്റെ സൈന്യത്തെ കണ്ട ഉടനെ അവരുടെ ഉള്ളിലുണ്ടായത് ഏറ്റവും ഭയപ്പെട്ടു. ചെറിയ നിലയിലുള്ള ഭയമല്ല, ഏറ്റവും ഭയം, വലിയ ഭയം അവരുടെ ഉള്ളിൽ അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. എപ്പോഴാ? കണ്ടപ്പോൾ. ഹല്ലേലൂയ. അവർ കണ്ട കാഴ്ച അവരുടെ അകത്ത് ഭയം വിതച്ചു. ആ ഭയം അവരുടെ അകത്ത് വിതയ്ക്കപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, അവര് ഇതുവരെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. ഇതുവരെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. ഇതുവരെ അവർ കഴിഞ്ഞ ആ 10 ബാധ, ദൈവം അത്ര ശക്തനാണ്, ആ സിറ്റുവേഷനിൽ ദൈവം എങ്ങനെ നമ്മളെ കാത്തത്, അവിടുത്തെ ജ്ഞാനികൾ മോശ ചെയ്ത പോലെ ചെയ്യാൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇതൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞ് സ്തോത്രം ചെയ്തു വരിക. അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, സംഹാരദൂതന് അതൊക്കെ എന്തു വലിയ പ്രവൃത്തിയായിരുന്നു, നമുക്കും അവർക്കും ഇടയിൽ വ്യത്യാസം വെച്ചു. 4-ാമത്തെ ബാധ മുതൽ അവർക്ക് സംഭവിച്ചതൊന്നും നമുക്ക് സംഭവിച്ചില്ലല്ലോ. ഇതെല്ലാം പറഞ്ഞ് മക്കളും കൊച്ചുമക്കളും മാതാപിതാക്കളും വല്യപ്പനും വല്യമ്മയും അപ്പനും അമ്മയും എല്ലാവരും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് പാട്ടുപാടി സ്തോത്രം ചെയ്തുകൊണ്ടിരുന്ന ജനം, അവരെപ്പോഴാണോ അവർക്ക് ഭയം എന്ന് പറയുന്ന ഒരു വികാരം അവരുടെ അകത്ത് വന്നത്, ഭയം അവരെ പിടിച്ചത്, അവര് ഫറവോന്റെ സൈന്യത്തെ കണ്ടു ഭയന്നു. ആ കാഴ്ചപ്പാട് അവരുടെ അകത്ത് ഭയത്തെ വിതച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ ഹല്ലേലൂയ അവർ പിറുപിറുക്കാൻ തുടങ്ങി. 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. അവര് പറയാൻ തുടങ്ങി, ഹല്ലേലൂയ, അവർ മോശയോട്, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പ്രയാസപ്പെടുത്തിയത്? ഞങ്ങള് ആ മിസ്രൈമിൽ ശവപ്പറമ്പില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലുന്നത്? അവിടെ അവര് പിറുപിറുക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് അവരുടെ ഉള്ളിൽ ഭയം വന്നപ്പോ, ആ ഭയം എങ്ങനെ വന്നത്? അവർ കണ്ട കാഴ്ച, അവരുടെ കാഴ്ച ഫറവോന്റെ സൈന്യത്തെ കണ്ടപ്പോൾ ഏറ്റവും ഭയപ്പെട്ടു. അവിടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളോട് എന്തിന് ഇങ്ങനെ ചെയ്തു? അതിന്റെ 12-ാം വാക്യത്തിൽ അവർ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളെ മടക്കി അയക്കുക, ലെറ്റ് us go, ഞങ്ങൾ പോവട്ടെ, ലെറ്റ്സ് ഗോ, ഞങ്ങൾ പോവട്ടെ. എന്തിനാ? പഴയ അടിമവേലയിലേക്ക്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്ത് വിശ്വാസ ജീവിതത്തിൽ നമ്മെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന കാര്യമാണ് നാം കാര്യങ്ങളെ കാണുന്ന വിധം. അതെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ, ഇവർക്ക് തിരിച്ചു കാണാമായിരുന്നല്ലോ. ഇന്നലകളിൽ സംഹാര ദൂതനെ അയച്ച് ആ ഫറവോന്റെ വീട് മുതൽ ഏറ്റവും ചെറിയ അടിമയുടെ വീട് വരെ പ്രതികാരം നടത്തിയ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതെ, ആ കൂരിരുട്ടിൽ അവിടെ എല്ലാം ഇരുട്ടായപ്പോ ഞങ്ങളുടെ ദേശത്ത് വെളിച്ചം പകർന്ന ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവിടെ എല്ലാം കൽമഴ പെയ്ത് മൃഗങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോ
ഞങ്ങളെ സൂക്ഷിച്ചൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ ദൈവം ഇവിടെയും വിടുവിക്കാൻ ശക്തനാ. ദാവീദ് പറഞ്ഞ പോലെ, ഇന്നലെ സിംഹവും കരടിയും എന്റെ ആടുകൾക്കും എനിക്ക് നേരെ വന്നപ്പോ എന്നെ വിടുവിച്ച ദൈവം ഈ ഗോലിയാത്തിന് മുമ്പിലും ദൈവം എന്നെ വിടുവിക്കുമെന്ന ഉറപ്പോടെ ദാവീദ് നിന്ന പോലെ ഇവർക്ക് നിൽക്കാമായിരുന്നു. പക്ഷെ ഇവർ പറയാൻ തുടങ്ങി, ഇല്ല, ഞങ്ങൾ മടങ്ങിപ്പോവാം. എപ്പോഴാണോ ഭയം അവരെ തൊട്ടത്, എപ്പോഴാണോ അവരുടെ കാഴ്ചപ്പാടുകൾ മാറിയത്, അവർ പറയാൻ തുടങ്ങി, ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്, ഞങ്ങൾ മടങ്ങിപ്പോക്കോളാം, ഞങ്ങൾ മടങ്ങിപ്പോക്കോളാം, ഞങ്ങൾക്കിത് മതി, ഞങ്ങൾക്കിത് മടുത്തു, ഞങ്ങളെ ഭയം വാഴുകയാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ള ഭയം നിങ്ങളെ തൊട്ടിട്ടുണ്ടോ? നിരാശ നിങ്ങളെ വാഴുന്നുണ്ടോ? പ്രതിസന്ധികൾ നിങ്ങളെ വാഴുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ തകരാൻ വിളിക്കപ്പെട്ടവരല്ല, നിങ്ങൾ നശിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, നിങ്ങൾ തീർന്നു പോകാൻ വിളിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ അകത്ത് ആമേൻ ഒരു പ്രവൃത്തി ആരംഭിച്ചവൻ, അത് കർത്താവ്. ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അതുകൊണ്ട് ചുറ്റുപാടുകളും സാഹചര്യങ്ങളും നിങ്ങളെ ഇളക്കി മറിച്ച് തകർത്ത് കളയാതെ ധൈര്യവും ഉറപ്പുമുള്ളവരായിട്ട്, യെസ്, മൈ ഗാഡ് ഈസ് വിത്ത് മീ, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്, വിടുവിക്കാൻ ശക്തനായ ഒരു ദൈവം എന്റെ കൂടെ ഉണ്ട്. യെസ്, ഹല്ലേലൂയ. ഇന്നലകളിൽ എന്നെ നടത്തിയത് ദൈവമാണ്. ഇന്ന് ഞാൻ ആയിരിക്കുന്ന നിലയിലാകാൻ ഓരോ നിമിഷവും ഇടപെട്ടത് മനുഷ്യന്റെ പ്രവൃത്തി, എന്റെ വിശുദ്ധിയല്ല, ദൈവത്തിന്റെ കൃപയെങ്കിൽ ഇനിയും ആ ദൈവം എന്നെ നടത്തും. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിശ്വസ്തനായിരുന്നവൻ വരും വർഷങ്ങളിൽ വിശ്വസ്തനായിരിക്കും. കഴിഞ്ഞ മാസങ്ങളിൽ വിശ്വസ്തനായിരുന്നവൻ വരുന്ന മാസങ്ങളിൽ വിശ്വസ്തനായിരിക്കും. കഴിഞ്ഞ ആഴ്ചകളിൽ വിശ്വസ്തനായിരുന്നവൻ വരുന്ന ആഴ്ചകളിൽ വിശ്വസ്തനായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വസ്തനായിരുന്നവൻ വരുന്ന ദിവസങ്ങളിലും അവൻ വിശ്വസ്തനായിരിക്കും. ഐ ബിലീവ് ഇൻ ഹിം. അവനൊന്ന് വിശ്വസിച്ച്. ഇവിടെ അവർ ഭയന്നിട്ട് അവർ പറയുക, ഞങ്ങൾ മടങ്ങിപ്പോവാം, ഞങ്ങൾ പുറകോട്ട് പോവാം, ഞങ്ങൾ മടുത്തു, മതിയായി, ഞങ്ങൾ പുറകോട്ട് പോവാം. പ്രിയപ്പെട്ട ഹല്ലേലൂയ. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഒരു പക്ഷേ ഇപ്പൊ അങ്ങനെ നിൽക്കാം, മടുത്തവരാണ്, ഭയന്നവരാണ്, പുറകോട്ട് പോകാൻ ചിന്തിക്കുന്നുണ്ട്. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്ന ദൂത്, നിങ്ങളോട് പറയുന്ന ആലോചന, നിങ്ങളോട് കർത്താവിന് പറയാനുള്ള പ്രോഫസി, ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദം. ഹല്ലേലൂയ. അവിടെ ആമേൻ 13-ാം വാക്യം, പുറപ്പാട് പുസ്തകം 14:13. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. അവര് ഭയന്നിരിക്കുക, കണ്ടു ഭയപ്പെട്ടു, കാഴ്ചപ്പാടാണ് അവരുടെ അകത്ത് ഭയം കൊണ്ടുവന്നത്. മോശ പറയുക, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ഉറച്ചു നിൽക്കണം. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ കണ്ടതല്ലേ നിങ്ങളുടെ മനസ്സിൽ പ്രയാസം കൊണ്ടുവന്നത്? നിങ്ങൾ കണ്ട കാഴ്ച ഫറവോന്റെ സൈന്യം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയേക്കാം, ഞങ്ങൾ പഴയ പണിയിലേക്ക് ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങൾക്ക് പഴയ ജീവിതമാണ് കുറച്ചുകൂടെ ആസ്വാദകരും, അവിടെ ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ഇപ്പോ കർത്താവിന് വേണ്ടി ഇറങ്ങി ആരും ഞങ്ങൾക്ക് സപ്പോർട്ടില്ല. കർത്താവ് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് നോക്കാതെ കർത്താവ് വരുത്തുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ കർത്താവ് വരുത്തുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പോ എവിടെയാ മാറേണ്ടത്? നിങ്ങൾ കണ്ടതില്ലേ ആ ശത്രുവിന്റെ സൈന്യത്തെ കണ്ടത്, പ്രശ്നങ്ങളെ കണ്ടത്, പ്രതികൂലങ്ങളെ കണ്ടതിന് പകരം ദൈവത്തെ കണ്ടേ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. ലുക്ക് അൻടു ജീസസ്. യേശുവിനെ നോക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ആമേൻ, ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. പ്രൈസ് ഗോഡ്. ചിന്തിച്ചു നോക്കിക്കേ. അതായത് നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾ മിസ്രൈമിനെ കണ്ടതാണ് നിങ്ങളുടെ അത് ഭയം വന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാമോ? യഹോവ വരുത്തുന്ന രക്ഷയെ നിങ്ങൾ ഒന്ന് കാണാമോ? അങ്ങനെ കണ്ടാൽ നിങ്ങൾ കണ്ട് ഭയപ്പെട്ട വിഷയത്തെ ഇനി മേൽ നിങ്ങൾ കാണത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കാരണമില്ലാതെ കുറെ ദിവസമായിട്ട് ഭയം നിൽക്കുന്ന ആരൊക്കെയോ എന്നെ കാണുന്നുണ്ട്. അകത്തൊരു ഭയം, അകത്തൊരു നിരാശ, അകത്തൊരു ഇംപെർഫെക്ഷൻ. കാര്യങ്ങളൊന്നും ഓർഡർ ആകുന്നില്ല. ഞാൻ ആലോചിച്ച പോലെ കാര്യങ്ങളൊന്നും എത്തുന്നില്ല. ഞാൻ വിചാരിച്ചു അടുത്ത ആഴ്ച ശരിയാകും, പെട്ടെന്ന് ശരിയാകും, പക്ഷെ കാര്യങ്ങളൊന്നും നേരെയാകുന്നില്ല. അകത്തൊരു വെപ്രാളം, അകത്തൊരു അസ്വസ്ഥത, പുറത്തു പറയുന്നില്ല, ആ വിഷമം പുറത്തു കാണിക്കുന്നില്ല. പക്ഷെ ഇന്ന് കർത്താവ് പറയുക, ദൈവം വരുത്തുന്ന രക്ഷ ഇന്നത്തെ ദിവസം, ടുഡേ, ഇന്ന് നിങ്ങൾ അത്ഭുതങ്ങളെ കാണുന്ന ഒരു ദിവസമാണ്. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റിമറിക്കുന്ന ദിവസം, നിങ്ങളുടെ മേലുള്ള സ്പിരിച്വൽ അതോറിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം, നിങ്ങളുടെ അകത്തുള്ള ആത്മീയ അധികാരം വെളിപ്പെടുന്ന ഒരു ദിവസമാണ്. അവിടെ
മോശ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ യഹോവത്തിന്റെ രക്ഷയെ നിങ്ങൾ കാണുമ്പോൾ മിസ്രൈമിൽ നിങ്ങൾ കണ്ട് ഭയന്നില്ലേ ആ ശത്രുവിനെ, ആ വിഷയത്തെ ഇനിമേൽ നിങ്ങൾ കാണത്തില്ല, ഇനിമേൽ നിങ്ങൾ കാണത്തില്ല. ആമേൻ, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പലതിനെയും കണ്ട് നിരാശപ്പെട്ട് തളർന്നു പോയിരിക്കാം. നിങ്ങൾ പലതിനെയും കണ്ട് തളർന്നു പോയിരിക്കാം, നിരാശപ്പെട്ട് ഭയന്ന് എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ സാധ്യതകളും കഴിഞ്ഞു എന്നുള്ള ഭയത്തിലായിരിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിട്ട് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തവനിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറ്റുമെങ്കിൽ ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങും. അതായത് വർഷങ്ങളെടുത്തുള്ള അത്ഭുതമല്ല, പെട്ടെന്ന് 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 ചില കാര്യങ്ങളുടെ മറുപടി നിങ്ങൾ കാണും. വളരെ വേഗം ഇതുവരെ നിങ്ങൾ ഓടിയിട്ടും ശ്രമിച്ചിട്ടും പലരുടെയും പുറകെ നടന്നിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ദിവസങ്ങൾ ചെയ്തു തരും. ബിക്കോസ് ഗോഡ് ഈസ് സോ ഫെയ്ത്ത്ഫുൾ. കർത്താവ് അത്രത്തോളം വിശ്വസ്തനാണ്. യെസ്, നിങ്ങൾ തളർന്നു, പതറി, മടുത്ത്, നോവേ, നിങ്ങളങ്ങനെ ആകണ്ട, നിങ്ങളങ്ങനെ മടുക്കട്ട. ധൈര്യപൂർവ്വം, ഉറപ്പോടെ, കോൺഫിഡൻസോടെ മുന്നോട്ട് പോകെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കർത്താവ് മാറ്റ്. ആ അവസ്ഥകളെ ഗോഡ് ഈസ് സോ ഫെയ്ത്ത്ഫുൾ. ഉറപ്പോടെ നിന്നെ, ഉറപ്പോടൊന്ന് നിന്നെ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും, അത്ഭുതങ്ങളെ കാണും. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ കാണുമെന്ന് മാത്രമല്ല, നിങ്ങൾ കണ്ട ആ ഭയാനകമായ വിഷയത്തെ, നിങ്ങൾ കണ്ട ഭയാനകമായ ശത്രുവിനെ, നിങ്ങൾ ഏത് വിഷയത്തെ ആരെ ചൊല്ലി ഭയപ്പെട്ടോ ആ സാഹചര്യം, ആ വ്യക്തി അവിടെ കാണും. പക്ഷേ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറിപ്പോകും. ഇതുവരെ നിങ്ങളെ ഭയപ്പെടുത്തിയ വ്യക്തി, ഇതുവരെ നിങ്ങളെ വെറുത്ത വ്യക്തി, ഇതുവരെ നിങ്ങൾക്ക് വിരുദ്ധമായി കുറ്റം പറഞ്ഞ വ്യക്തി, നിങ്ങളെ തകർക്കുവാൻ പവർഫുൾ ആയ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം അദ്ദേഹം. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യുക, ആ വ്യക്തിയല്ല തകർക്കുന്നത്, ആ വ്യക്തിയുടെ അകത്തുള്ള നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ആ ദേഷ്യം, ആ പക, ആ വെറുപ്പ്, നിങ്ങൾക്കത് ചെയ്ത് തരത്തിലെന്നുള്ള ആ ശാഠ്യം, നിങ്ങളെ തകർക്കുമെന്നുള്ള അവരുടെ അകത്ത് നിങ്ങളോട് തോന്നിയ പ്രതികാരം, നിങ്ങളോട് തോന്നിയ തെറ്റിദ്ധാരണ, അതിനെ കർത്താവ് എടുത്തു മാറ്റുക. നിങ്ങളുടെ ശത്രുക്കളായിരുന്നവർ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവരായി മാറും, നിങ്ങളെ കരുതുന്നവരായി മാറും, നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നവർ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നവരായിട്ട് മാറും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി മേൽ കാണത്തില്ല. പക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് മാറാമോ? ഹല്ലേലൂയ. നിങ്ങൾക്കൊന്ന് കാണാമോ? നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ കർത്താവിനെ ഒന്ന് കാണാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർ, അവിടെ ഹല്ലേലൂയ, അവിടെ പറയുന്ന ഒരു കാര്യമാണ്. കർത്താവ് 14-ാം വാക്യം, പുറപ്പാട് പുസ്തകം 14:14, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, യഹോവ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും, നിങ്ങൾ ചുമ്മാതിരിപ്പിൻ, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും, യഹോവ നിങ്ങൾക്ക് യുദ്ധം ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാമത്തെ അധ്യായം 25-ാം വാക്യം, ഞാൻ കർത്താവിൻ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ഇത് ഹല്ലേലൂയ, ഇതിന്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇത് പറഞ്ഞത് ദാവീദാണ്. ഇത് ദാവീദിനെ കുറിച്ച് പറയുന്ന വാക്യമാണിത്. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ എപ്പോഴും കാണുന്നത് എന്റെ പ്രതിയോഗിയല്ല, എന്റെ വിഷയങ്ങളല്ല, എപ്പോഴും എന്റെ മുമ്പിൽ കാണുന്നത് കർത്താവിനെയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ എത്ര വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും കർത്താവിനെ കാണാൻ കഴിയുമോ? എല്ലാ വിഷയങ്ങളുടെ നടുവിൽ കർത്താവിനെ കാണാൻ കഴിയുമോ? പ്രതിയോഗി മുമ്പിൽ നിൽപ്പുണ്ടായിരിക്കാം, ആവശ്യങ്ങൾ വളരെ വലുതായിരിക്കാം, ആമേൻ, ശത്രു ശക്തനായിരിക്കാം, ഹല്ലേലൂയ, നിങ്ങൾക്ക് അപ്രൂവൽ തരേണ്ട വ്യക്തി അത് വലിയ ആളായിരിക്കാം, നിങ്ങൾക്ക് അവിടെ പോകാൻ സാധ്യതയില്ലായിരിക്കാം. പക്ഷെ കർത്താവിനെ കാണാമോ? ഇന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു. നിങ്ങൾ ഹല്ലേലൂയ, ഇത്രയും നാളും ഭയന്നുകൊണ്ടിരുന്ന കാര്യം സിമ്പിളായിട്ട് നടക്കും. ബിക്കോസ് ഗോഡ് ഈസ് ഫോർ യു. ദൈവം കർത്താവിനെ എന്റെ മുമ്പിൽ നിർത്തിയിരിക്കുക. രണ്ട് രീതിയിൽ മുൻപിൽ എന്നുള്ള വാക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നമ്മുടെ കൺമുമ്പിൽ എന്ന് വേണേ പറയാം. 2, നമ്മുടെ ചിന്താഗതികളിൽ ഏറ്റവും മുൻപിൽ, ഏറ്റവും ആദ്യം, ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന്. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊന്ന് മാറ്റാമോ? നിങ്ങൾ അത്ഭുതങ്ങളെ പ്രാപിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ, ഇന്ന് തന്നെ ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ്.
നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങളെ കാണും. കാത്തിരുന്നത്, ഓടി നടന്നത്, ആമേൻ, നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങളെ നിരാശപ്പെടുത്തിയത്, നിങ്ങളെ ഭയപ്പെടുത്തിയത്, അതിന്റെ മേൽ ഇന്ന് കർത്താവ് പരിഹാരം ഇന്ന് തന്നെ കർത്താവ് തരാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് കർത്താവെ, അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ അവർ നിൽക്കുക. വലിയ സാമ്പത്തിക വിഷയങ്ങൾ, ചില വ്യക്തികൾ അവരുടെ മുമ്പിൽ വരുമ്പോൾ ചിലപ്പോൾ സ്വന്തം മക്കളെ കുറിച്ച് ഓർത്ത് മക്കള് ധിക്കാരപൂർവ്വം നിൽക്കുന്നത്, മക്കൾ എതിർത്ത് നിൽക്കുന്നത് ഹൃദയത്തിനകത്ത് വളരെയേറെ മുറിവുണ്ടാക്കി തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ്, ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയാന്തര ഭാഗത്ത് ദൈവാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ജീവൻ അവരിലേക്കൊന്ന് ഒഴുകി ഇറങ്ങട്ടെ. അവസ്ഥകൾ മാറട്ടെ കർത്താവെ, അവസ്ഥകൾ മാറട്ടെ. പ്രത്യേകിച്ച് കർത്താവെ, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിനകത്ത് ആമേൻ, ഹല്ലേലൂയ, അവരെ ഭയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ആമേൻ, അവരെ ഭയപ്പെടാൻ കാരണമായിരിക്കുന്ന ആ വികാരം മാറിപ്പോകട്ടെ. അവരുടെ ദേഷ്യം, അവരുടെ തെറ്റിദ്ധാരണ, ആമേൻ, അവർക്ക് ഒട്ടും ഇവരോട് മനസ്സലിവില്ലാത്ത പെരുമാറ്റം എന്ന് മാറിപ്പോകട്ടെ. കർത്താവ്, അവർക്ക് ഫേവറബിൾ ആയിട്ട് കാര്യം ചെയ്യേണ്ടവരുടെ ഉള്ളില് കർത്താവ് ഇവരോടൊരു ആമേൻ ദയ, കരുണ, അവർക്ക് ഇത് ചെയ്തു കൊടുക്കാനുള്ള മനോഭാവം അവരിലുണ്ടാകട്ടെ. കർത്താവേ, ഹല്ലേലൂയ, ആ എതിർത്ത് നിൽക്കുന്ന വ്യക്തി രൂപാന്തരപ്പെടട്ടെ. കർത്താവേ, എതിർത്ത് നിൽക്കുന്ന വ്യക്തികൾ രൂപാന്തരപ്പെടട്ടെ ഇന്ന് തന്നെ. ഇവരുടെ ജീവിതത്തിനകത്ത്, അവരുടെ കുടുംബത്തിനകത്ത്, അവരുടെ കുഞ്ഞുങ്ങളുടെ മേൽ, അവരുടെ ജോലിയുടെ മേൽ, അവരുടെ ശരീരത്തിന് മേൽ ഒരു അത്ഭുതം നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ കർത്താവേ, അത്ഭുതം നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കുന്നു. നിങ്ങളെ ഭയപ്പെടുന്ന വിഷയത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുക ഇപ്പോൾ തന്നെ കർത്താവ്. ആമേൻ, ആ വ്യക്തികളിൽ ഇതാ കർത്താവ് ചെയ്യുന്ന ആ വ്യക്തികളെ അവിടുന്ന് എടുത്തു മാറ്റുകയല്ല, ആ വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ അകത്തുനിന്ന് നിങ്ങൾക്ക് വിരോധമായിട്ടുള്ള ചിന്താഗതികളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുന്നു. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തെ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവ്, ആരൊക്കെ രോഗികളായിട്ട് തന്നെ കാണുന്നു, യേശുവിന്റെ നാമത്തിൽ രോഗനിമിത്തം ശാരീരികമായി തളർന്ന് പ്രയാസപ്പെട്ട് അവരുടെ കാഴ്ചപ്പാട് തന്നെ ഇല്ലാതെയായി തീർന്ന് നിരാശയുടെ പടുകുഴിയിൽ എത്തിയിരിക്കുന്നുണ്ട് അകത്ത്, കർത്താവിന്റെ വലിയ സ്വസ്ഥത ഇപ്പോൾ വെളിപ്പെടട്ടെ. ആ നിരാശകൾ മാറട്ടെ, ആ ഭയം മാറട്ടെ, ആ ആവലാതികൾ മാറട്ടെ. നിന്റെ ജീവൻ അവരിലേക്കൊന്ന് ഒഴുകട്ടെ കർത്താവ്. അവരെ ഒരു അത്ഭുതവും അടയാളവുമാക്കി നിർത്തുന്നതിനായി സ്തോത്രം. അത്ഭുതവും അടയാളവുമാക്കി നിർത്തുന്നതിനായി സ്തോത്രം. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ആ രോഗത്തിന്റെ മേൽ സൗഖ്യം വെളിപ്പെടട്ടെ. രോഗികളായിട്ട് തന്നെ കാണുന്നവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ രോഗമുള്ള സ്ഥലത്തു നിന്ന് കൈവച്ച് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ തന്നെ ആ രോഗാത്മാവിനെ, ആ ശരീരങ്ങളെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗാത്മാവെ, ആ ശരീരങ്ങളെ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു. അത്ഭുത സൗഖ്യം ഉണ്ടാകട്ടെ. യെസ്, നിങ്ങളെ കർത്താവ് തൊടുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കുന്നു. കർത്താവ്, അങ്ങ് അത്ഭുതം ചെയ്തു കഴിഞ്ഞാനായിട്ട് നന്ദി അപ്പ. മഹത്വമെല്ലാം അർക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം ഒരു തിന്മയും വരത്തില്ല. നിങ്ങൾ അത്ഭുതം പ്രാപിച്ചിരിക്കുക. നിങ്ങൾ അത്ഭുതമാണ്. നിങ്ങളൊരു അത്ഭുതമാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.